കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. രൂപതയുടെ കീഴിലുള്ള 141 പള്ളികളിലാണ് ഇടയലേഖനം വായിച്ചത്. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നും അത് നിരാശാജനകമാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. ഭാരതത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന മതസ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാനും ഭാരതത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ ഭാരതത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ടായിരിക്കെ ബജ്രംഗ് ദൾ, സംഘപരിവാർ പോലെയുള്ള രാഷ്ട്രീയ മത സംഘടനകളുടെ പിൻബലത്തിൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയും അന്യായമായ തടവിൽ വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്. മനുഷ്യകടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്താനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ടതയുടെ ഭാഗം തന്നെയാണ് ഇവയൊക്കെ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സഞ്ചാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അവൻ വിശ്വസിക്കുന്ന മതവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാനുള്ള ഒരു അനുവാദവും അവകാശവും ആരുടെയും അവകാശമല്ല. എന്റെ അവകാശമാണ് നിങ്ങളുടെ അവകാശം. കന്യാസ്ത്രീകളുടെ ജാമ്യം വർഗീയതയ്ക്ക് മേൽ മതേതര സാഹോദര്യത്തിന്റെ വിജയമെന്നാണ് ദീപിക മുഖപ്രസംഗം എഴുതിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധം തുടരാനും ലേഖനത്തിൽ ആഹ്വാനമുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ലെവിൻ കെ വിജയനിലേക്കാണ്. ലെവിൻ, BJP നേതാക്കൾ ഇന്നലെ നേരിട്ട് ദുർഗ് ജയിലിലെത്തി കന്യാസ്ത്രീകളെ സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കൾ തന്നെ. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെയോ ഒരാത്മാർത്ഥതയുമുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട ഇടയലേഖനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇടയലേഖനങ്ങൾ പള്ളിയിൽ വായിക്കും. ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള മുഴുവൻ പള്ളികളിലും ഈ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രൈസ്തവ സഭകൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെയുള്ള ആളുകൾ BJPയെയും RSS നേതാക്കളെയും അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളെയും പുകഴ്ത്തുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മറ്റ് സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ, സഭാ നേതാക്കൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളത്. പ്രധാനമായും സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇരിങ്ങാലക്കുട രൂപത കൃത്യമായ നിലപാട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പിന്തുടരുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്ന് മുൻകൂട്ടി തന്നെ തങ്ങൾക്ക് അറിയാമായിരുന്നു. വേണമെങ്കിൽ നിയമ പോരാട്ടം എന്നുള്ള നിലയിൽ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അതല്ല. ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ട് മുന്നോട്ട് പോകാനാവില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധം എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ക്രൈസ്തവ ജനവിഭാഗങ്ങളെ തന്നെ ബോധവൽക്കരിക്കുകയാണ് ഇക്കാര്യത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളുള്ള ആളുകൾ സഭയിൽ തന്നെയുണ്ട്. പക്ഷേ രാജ്യത്ത് ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളതാണ് സഭാ വക്താവ് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് സഭയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികളിലും ഇടയലേഖനങ്ങൾ വായിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബിഷപ്പ് പോൾ കണ്ണൂക്കാടൻ പങ്കെടുക്കുന്ന പ്രതിഷേധവും ചാലക്കുടിയിൽ നടക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്കെതിരെ വലിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള കേസ് റദ്ദാക്കപ്പെടണമെന്നുള്ള ആവശ്യം, അതോടൊപ്പം തന്നെ ന്യായമായ ആവശ്യം ഉന്നയിക്കുകയാണ് ഇരിങ്ങാലക്കുട രൂപത. അതിശക്തമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെയും ഛത്തീസ്ഗഡ് സർക്കാരിനെയും ഇരിങ്ങാലക്കുട രൂപത സംഘപരിവാറിനെയും ഒപ്പം തന്നെ ബജ്രംഗ് ദളിനെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത്.